ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെൻറ്റിൽ മൈൽ സ്റ്റോൺസ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കുട്ടികളെക്കുറിച്ചാണ്. കുട്ടികളുടെ ലോകം എന്നുള്ളത് ഏറ്റവും മനോഹരവും അത്ഭുതവും കൗതുകം നിറഞ്ഞതുമാണ്. എന്നാൽ മുതിർന്നവരുടെ ലോകത്ത് കണക്കുകൂട്ടലുകളും അതുപോലെ നിയമങ്ങളുമൊക്കെയുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവരുടെ കയ്യിൽ ഒരു കഷ്ണം കടലാസ് കിട്ടുകയാണെങ്കിൽ അവർ അതുകൊണ്ട് മനോഹരമായ ബോട്ടുണ്ടാക്കി വെള്ളത്തിലൂടെ ഒഴുക്കി വിടുകയും അതുപോലെ വിമാനമുണ്ടാക്കി ആകാശത്തേക്ക് പറത്തുകയും മണ്ണുകൊണ്ട് മനോഹരമായ കൊട്ടാരങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും ഒക്കെ കുട്ടികൾ ചെയ്യും. അതുപോലെ തന്നെ മുറ്റത്തുള്ള ചെടികളോടും പൂക്കളോടുമൊക്കെ കുട്ടികൾ സംസാരിക്കും. ഏറ്റവും നിഷ്കളങ്കവും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് കുട്ടികളുടെ മനസ്സെന്നുള്ളത്. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും കുട്ടികളുടെ കണ്ണുകളിൽ വിരിയുന്ന കൗതുകവും അവരുടെ പുഞ്ചിരിയും നാം അടുത്തറിയുമ്പോൾ അത് മനോഹരമായൊരു കാഴ്ചയാണ്. കുട്ടികളിൽ ഒരാളായി അവരോടൊപ്പം ചേരുമ്പോഴാണ് നമുക്ക് അവരുടെ മനസ്സറിയുവാനും അവരെ കൂടുതൽ സ്നേഹിക്കുവാനും അവരിലേക്ക് നമുക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും മനസ്സിലാക്കിയെടുക്കുവാനും ഒക്കെ കഴിയുന്നത്. അതുപോലെ കുട്ടികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും മുൻവിധിയില്ല. അവർക്ക് ജാതിയോ മതമോ പണമോ ഒന്നുമില്ല. അവരുടെ കൂടെ കളിക്കുന്ന ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്കത് സുഹൃത്ത് മാത്രമാണ്. എന്നാൽ ഇന്ന് മുതിർന്നവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതും മറന്നുപോയതുമായ ഒരു കാര്യമാണ് ഈ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും ഓർമ്മിക്കൽ. അതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് വേഗത്തിൽ വേദനിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് അവരെ വേഗത്തിൽ ഇണക്കിയെടുക്കുവാനും കഴിയും. കാരണം സ്നേഹത്തോടെയുള്ള ഒരു തലോടലും സ്നേഹത്തോടെയുള്ളൊരു വിളി പോലും അവരുടെ പിണക്കങ്ങൾ മാറുവാൻ കാരണമായി തീരുന്നു. കാരണം അവരുടെ മനസ്സിൽ യാതൊരുവിധ പകയും ഇല്ല. അത്രയും ശുദ്ധമായതാണ് കുട്ടികളുടെ മനസ്സെന്നുള്ളത്. അപ്പം ഈ ലോകത്തിൽ തന്നെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയും അതൊരു കുട്ടിയുടെ മനസ്സാണെന്ന്. കുട്ടികൾ എന്ന് പറയുന്നത് ഒരു പാഠപുസ്തകം പോലെയാണ്. അവർ നമ്മളെ സ്നേഹിക്കാനും ക്ഷമിക്കാനും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും ഒക്കെ അവർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം കുട്ടികളെ ശിക്ഷിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ടത് അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ കുട്ടികൾ ഈ ലോകത്ത് തന്നെ, അതായത് കുട്ടികളുടെ മനസ്സ് ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും നാം മറന്നുപോയ ഒരു സ്വർഗമാണ്. തൽക്കാലം ഞാൻ ഈ സബ്ജക്റ്റ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് അടുത്ത വിഷയമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, ബൈ.